ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്. റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി മീഡിയം സൈസിലുള്ള 35 നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നാരങ്ങയ്ക്ക് നന്നായി കഴുകി തുടച്ചെടുക്കുക. ഓരോ നാരങ്ങയും 8ആയി മുറിച്ചതിന് ശേഷം അതിൻ്റെ കുരുവെല്ലാം മാറ്റിക്കളയണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. മുൻപ് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ചട്ടി മൂടി വെച്ച് 20 മുതൽ 30 മിനിറ്റ് വരെയും വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിക്കിളിലേക്ക് വേണ്ട പൊടികൾ ഇനി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കടുകിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി വരും, അതാണ് പാകം. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. നിറം മാറി വരുമ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇവ രണ്ടും നന്നായി ആറിയതിനു ശേഷം ഒരു കല്ലിൽ വെച്ച് തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കുക. ബ്ലെൻഡർ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിക്കാം. ഇതിനി ബൗളിലേക്ക് മാറ്റണം. അടുത്തതായി 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേണ്ടിയത് 50 ഗ്രാം ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി നന്നായി ക്ലീൻ ചെയ്ത് 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇനി അതിന്റെ വെള്ളമെല്ലാം മാറ്റിക്കളഞ്ഞ് ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി വഴറ്റാൻ പോവുകയാണ്. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. ഇവ രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി 20 എണ്ണം ചേർക്കണം. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, 1 തണ്ട് കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി തീ നന്നായി കുറച്ചിട്ട് മുമ്പ് നല്ലെണ്ണയിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയില്ലേ, അത് ചേർക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടുത്തതായി അരച്ചു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഞാൻ കുറച്ച് ഡേറ്റ്സ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. 1 കിലോ ഡേറ്റ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 മിനിറ്റ് ഡേറ്റ്സ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പൊ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചോളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. അതിന്റെ കൂടെ 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഈ ഡേറ്റ്സ് ഒക്കെ വെന്ത് ചാറ് കുറുകി വരത്തില്ലേ, ആ നേരത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഡേറ്റ്സും നാരങ്ങയും ഒക്കെ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലിട്ട് വെക്കാം. അച്ചാറിട്ട് വെക്കാൻ നല്ലത് ഒന്നില്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ്, അല്ലെങ്കിൽ സെറാമിക് കണ്ടെയ്നേഴ്സ് ആണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം പിക്കിൾ ഇട്ട് വെച്ച് അതിന്റെ സൈഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അച്ചാർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ലെണ്ണ ഒഴിച്ചു വെക്കുക. നല്ലെണ്ണ നന്നായി ചൂടാക്കി ചൂടാറിയതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതുമല്ല, അച്ചാർ എടുക്കുന്ന സ്പൂൺ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കുറെ നാൾ വരെ അച്ചാർ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും ഈ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.